ഈ വീക്ക്ലി എക്സാംസിലൊക്കെ പഠിക്കുന്ന സമയത്ത് 3 സബ്ജക്റ്റ് നമുക്കുണ്ടാവും. ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും. അങ്ങനെ വിളിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഹാർഡ് സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു ഇന്റർമീഡിയറ്റ് സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു ഈസി സബ്ജക്റ്റ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് 3 ഹാർഡും 3 ഈസി ഒക്കെ ആവട്ടോ. പക്ഷെ എന്നാലും മെജോറിറ്റി ആൾക്കാർക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും 3 സബ്ജക്റ്റിനെയും കാറ്റർ ചെയ്യാൻ വേണ്ടി തന്നെ നോക്കണം. ഈസി സബ്ജക്റ്റിന് ഏറ്റവും കുറവ് സമയം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ബയോളജി എളുപ്പമായിരുന്നെങ്കിൽ ബയോളജി ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ബയോളജിക്ക് വേണ്ടി ഇങ്ങനെ വെക്കും. 7 ദിവസം ഇങ്ങനെ വെച്ച് അതിങ്ങനെ പാരലലി കൊണ്ടുപോകും. ഏറ്റവും ഡിഫിക്കൽട്ട് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിനായിരിക്കും ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വരയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടാവുക. ഇന്റർമീഡിയറ്റ് കെമിസ്ട്രി വരുവാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലുള്ള ഒരു സമയം കെമിസ്ട്രിയും കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പാരലലി തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം മുൻഗണന കൊടുക്കും. ഇപ്പോൾ ചില ആൾക്കാർ എളുപ്പമുള്ളതിന് മാത്രം മുൻഗണന കൊടുക്കും, ചില ആൾക്കാർ ടഫ് ഉള്ളതിന് മാത്രം കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. എല്ലാത്തിനെയും കൃത്യ ഒരു അനുപാതത്തിൽ, ഒരു റേഷ്യോയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഒരു നല്ല റേഷ്യോ 1:3:5 എന്നുള്ളതാണ്. ഈസി സബ്ജക്റ്റിന് 1 അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് സബ്ജക്റ്റിന് 3 അവർ കൊടുക്കാം, ആൻഡ് നമ്മുടെ ടഫർ സബ്ജക്റ്റിന് 5 hours കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 1:2:3 നോക്കണം. ഈസി സബ്ജക്റ്റ് 1 അവർ പഠിച്ചാൽ 2 അവർ ഇന്റർമീഡിയറ്റ് സബ്ജക്റ്റും 3 hours ഹാർഡ് സബ്ജക്റ്റും പഠിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന 3 വിഷയങ്ങളും ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും കൂടെ കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അടുത്ത ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം.